ഇനി ആ എന്ന് എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ. എഴുതുമ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും എങ്ങനെയാണ് പിടിക്കേണ്ടത്? ദാ ഇങ്ങനെയാണ് കേട്ടോ പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, അതേ നമ്മൾ ഇങ്ങനെ എഴുതി ശീലിക്കണം കേട്ടോ. മലയാളം എഴുതുമ്പോൾ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മൾ അറബി ലെറ്ററൊക്കെ എഴുതുമ്പോൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് എഴുതി നോക്കാം. ആ എന്നെങ്ങനെ എഴുതുക? നിങ്ങൾ മുമ്പ് റാ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടോ? ദാ റാ ഇത്ര എഴുതി നിർത്തുക, എന്നിട്ട് 3 എഴുതുക, എന്നിട്ട് ഉള്ളിലൂടെ പോയിട്ട് താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി റാ എഴുതിയിട്ട് ഉള്ളിലോട്ട് ഒരു വട്ടമിട്ടാൽ ഏതക്ഷരമായി? ആ എന്നുള്ള അക്ഷരമായി. എങ്ങനെയാണ്? റാ എഴുതുക, റാ മുഴുവനായിട്ട് എഴുതരുത്, എന്നിട്ട് 3 എഴുതുക, എന്നിട്ട് ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക, വീണ്ടും ആ വരയിലൂടെ മുകളിലോട്ട് പോയി റാ എഴുതിയിട്ട് ഉള്ളിലോട്ടൊരു വട്ടം. അപ്പോൾ എന്താ വായിക്കുക ഈ അക്ഷരം? ആ. എന്താണ്? ആ. എങ്ങനെയാണ്? റാ എന്ന് എഴുതുമ്പോഴുള്ള ഒരു കാല് വരച്ചിട്ട് 3 എഴുതുക, എന്നിട്ട് ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക, വീണ്ടും ആ വരിയിലൂടെ പോയി റാ എഴുതുക, ഉള്ളിലോട്ടൊരു വട്ടമിടുക. അപ്പോൾ എന്തായി? ആ എന്നുള്ള അക്ഷരമായി. ഏതക്ഷരമായി? ആ എന്നുള്ള അക്ഷരം.